പിന്നെ നിന്റെ എന്നിലെ എന്നിൽ നീ വായിച്ചു തീർത്തു. എൻ്റെ മോളെ, ഇങ്ങനെയൊന്നും എഴുതാൻ പാടില്ല കേട്ടാ. എന്നാ ഞാൻ പറയുന്നത് അത്രയും സൂപ്പറായിന്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊന്നും പോണില്ല. ഓരോരോ കഥാപാത്രങ്ങളും ഇങ്ങനെ എന്താ പറയുക, വിങ്ങലായി നിൽക്കുന്നു. ദർശനം വായിച്ച സമയത്ത് ദർശൻ മരിക്കുന്ന ആ രംഗം ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ കരഞ്ഞു പോയിന് ശരിക്കും. ഫുൾ സസ്പെൻസാണല്ല. ഓരോന്ന് വായിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നല്ല അടുത്തതിലേക്ക് വരും. ഓരോന്ന് വായിക്കുമ്പോൾ ഇനി അടുത്തത് ഇതായിരിക്കും എന്ന് വിചാരിച്ചാലും പക്ഷെ അടുത്തെത്തുമ്പോഴത്തേക്ക് അതല്ല. ഫുൾ സസ്പെൻസാണ്. അടിപൊളിയായിന് രമ്യ. ശരിക്കും പറഞ്ഞ ഒരു സിനിമ കാണുന്ന ആ ഒരു ഫീൽ തന്നെ ഉണ്ടായിന്. ഓരോ രംഗങ്ങളും നല്ല എന്നാ പറയണ്ടേ, പറയാൻ വാക്കുകളില്ല, അത്രയും അടിപൊളിയായി. സൂപ്പർ എന്ന് പറഞ്ഞാൽ അത്രയും സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒറ്റ ഇരിപ്പിനാണ് ഇത് മൊത്തം വായിച്ചു തീർത്തത്. ഇന്നിപ്പോൾ ഉച്ചക്ക് തുടങ്ങി ഈ സമയം കൊണ്ട് വായിച്ചു തീർത്തു. എൻ്റെ അമ്മേ, ഇത് വെച്ചിട്ട് പോകാൻ തോന്നുന്നില്ല, അത്രക്കും അടിപൊളി. എന്തായാലും വാങ്ങിയത് ഒരു നഷ്ടമില്ല രമ്യ. നല്ല പുസ്തകം, നല്ല എഴുത്ത്. എനിക്ക് ഇങ്ങനെയല്ലേ എഴുതാൻ കഴിയുമല്ലേ. എൻ്റെ ആദ്യത്തെ കഥകളെല്ലാം വായിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇത് നന്നായിട്ടുണ്ട്. ഒരുപാട് മാറ്റം വന്നു. നല്ല നല്ല എന്താ പറയണ്ടേ, എനിക്ക് പറയാനില്ല കേട്ടാ. അത്രയ്ക്ക് സൂപ്പറായിന് ശരിക്കും. ഓരോ കാഴ്ചകളെല്ലാം ഇങ്ങനെ ശരിക്കും നേരിട്ട് കണ്ട് എഴുതിയതുപോലെ ആ ഒരു ഫീലാണ് നമുക്ക്. ശരിക്കും അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഓരോ രംഗങ്ങളും ശരിക്കും നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നതുപോലെ തോന്നി എനിക്ക്. സൂപ്പറായിന്, സൂപ്പർ സൂപ്പർ, അടിപൊളി. ഇനി ഇതുപോലെ എഴുതാട്ടാ, ഇതുപോലെ നല്ല ഇതിനേക്കാളും നന്നായിട്ട്. സൂപ്പറാണ്.